മുട്ടയും ഗോതമ്പാവും വെച്ചുകൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. പാൻ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 വലിയ പച്ചമുളക് നീളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ സവാള നീളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഒരുപാടൊന്ന് വഴണ്ടി വേണ്ട. നമുക്ക് ഇടയ്ക്ക് ഒരു സവാള നല്ലത് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് സവാള വഴണ്ടി വേണ്ടുന്നത്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു മുട്ട, അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ പാല്, 1 കപ്പ് അളവിൽ ഗോതമ്പാവ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, കാൽ കപ്പ് അളവിൽ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ തടവി ഒന്ന് പാൻ ചൂടാക്കി അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓണാക്കി ഒന്നും വെക്കണം. അതിനുശേഷം ഇതിൽ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടീസ്പൂൺ ബാറ്റർ ബാക്കി വെച്ചിട്ട് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മസാലകളെല്ലാം അതിൻ്റെ മുകളിലായിട്ട് നമ്മളെടുത്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ 4 മുട്ട പുഴുങ്ങിയത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. നടുക്ക് ഞാൻ കുറച്ച് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ഒരു ബാക്കിയുള്ള ടീസ്പൂൺ ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മളിത് കറക്റ്റ് വേവിച്ചെടുക്കുന്നത്. അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക. അത് ആ ചീനച്ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അതിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയാകും. ഇതേപോലെ ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ പപ്പടം കുത്തി നോക്കുമ്പോൾ നമ്മൾ മാവൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിത് വേറൊരു പാൻ എടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതല്ലാതെ മറിച്ചിടുമ്പോൾ നമുക്ക് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ആ പാനിൽ വെച്ച് തന്നെ നമ്മൾ ഒന്നും കൂടെ ഒരു 30 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ആ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി ചൂടോടുകൂടി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാണാൻ മാത്രമല്ല, ലുക്കിലല്ല, നമ്മൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.